പാലക്കാട് പനയമ്പാടത്ത് സ്കൂൾ വിദ്യാർത്ഥികൾക്കിടയിലേക്ക് ലോറി ഇടിച്ചു കയറിയുണ്ടായ അപകടത്തിൽ 4 വിദ്യാർത്ഥികൾക്ക് ദാരുണാന്ത്യം. ഇർഫാന, മിത, റിദ, ആയിഷ എന്നിവരാണ് മരിച്ചത്. മരിച്ച 4 പേരും 8ാം ക്ലാസ് വിദ്യാർത്ഥിനികളാണ്. 5 പെൺകുട്ടികളാണ് അപകടത്തിൽപ്പെട്ടത്. ഇതിൽ 4 പേരും മരിച്ചു. റോഡിലൂടെ നടക്കുകയായിരുന്ന വിദ്യാർത്ഥിനികൾക്കിടയിലേക്കാണ് ലോറി പാഞ്ഞു കയറിയത്. ഇന്ന് വൈകിട്ട് 4ഓടെയാണ് അപകടമുണ്ടായത്. സിമൻ ലോറിക്കടിയിൽ 5 കുട്ടികൾ ഉണ്ടായിരുന്നുവെന്ന് നാട്ടുകാർ പറഞ്ഞതിനെ തുടർന്ന് ലോറി ക്രെയിൻ ഉപയോഗിച്ച് പൂർണ്ണമായും ഉയർത്തുകയായിരുന്നു. മരിച്ച 4 പെൺകുട്ടികളുടെ മൃതദേഹം ആശുപത്രിയിലേക്ക് മാറ്റി. പരിക്കേറ്റ 2 ലോറി ഡ്രൈവർമാരും മദർ കെയർ ആശുപത്രിയിലുണ്ട്. എന്നാൽ ഇവരുടെ പരിക്ക് സാരമുള്ളതല്ലെന്നാണ് വിവരം. അപകട വിവരം അറിഞ്ഞ കുട്ടികളുടെ മാതാപിതാക്കൾ ആശുപത്രിയിലേക്ക് എത്തിയിട്ടുണ്ട്. അപകടം നടന്നയുടനെ തന്നെ നാട്ടുകാർ ഉൾപ്പെടെ ചേർന്ന് വിദ്യാർത്ഥികളെ രക്ഷപ്പെടുത്തി ആശുപത്രിയിൽ എത്തിച്ചു. പോലീസും സ്ഥലത്തെത്തി രക്ഷാപ്രവർത്തനം നടത്തി. നിയന്ത്രണം വിട്ട ലോറി വിദ്യാർത്ഥികളുടെ മുകളിലേക്ക് പാഞ്ഞു കയറുകയായിരുന്നുവെന്ന് ദൃക്സാക്ഷികളായ നാട്ടുകാർ പറയുന്നു. അപകടത്തിൽ പരിക്കേറ്റ ആരോഗ്യനില ഗുരുതരമായി വിദ്യാർത്ഥികളാണ് മരണത്തിന് കീഴടങ്ങിയത്. കരിമ്പ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളാണ് അപകടത്തിൽപ്പെട്ടത്. സ്കൂളിന് സമീപത്ത് വച്ചാണ് ദാരുണ അപകടമുണ്ടായത്. സിമൻ ലോഡ് കയറ്റി വന്ന ലോറി വിദ്യാർത്ഥികളെ ഇടിച്ചു കയറിയ ശേഷം റോഡിന് സമീപത്തെ താഴ്ചയിലേക്ക് മറിയുകയായിരുന്നു. അപകടത്തെ തുടർന്ന് ദേശീയപാതയിൽ വലിയ ഗതാഗത കുരുക്കാണ് രൂപപ്പെട്ടത്. സംഭവത്തിൽ ലോറിയുടെ ഡ്രൈവറും ക്ലീനറും കസ്റ്റഡിയിൽ. അപകടത്തിൽ പരിക്കേറ്റ ആശുപത്രിയിൽ ചികിത്സയിലുള്ള ഇരുവരെയും പോലീസ് ചോദ്യം ചെയ്തു വരികയാണ്. കാസർഗോഡ് സ്വദേശികളായ ലോറിയുടെ ഡ്രൈവർ മഹേന്ദ്ര പ്രസാദ്, ക്ലീനർ വർഗീസ് എന്നിവരാണ് കസ്റ്റഡിയിലുള്ളത്. അപകടത്തിൽ വർഗീസിന്റെ കാലിന് പൊട്ടലുണ്ട്. മഹേന്ദ്ര പ്രസാദിന് കാര്യമായി പരിക്കില്ല. ഇരുവരും മണാർക്കാട് മദർ കെയർ ആശുപത്രിയിലാണ് ചികിത്സയിലുള്ളത്. ആശുപത്രിയിലെത്തിയാണ് പോലീസ് മൊഴിയെടുത്തത്. മറ്റൊരു വാഹനത്തിന് സൈഡ് കൊടുത്തപ്പോൾ ബ്രേക്ക് ചവിട്ടിയെങ്കിലും വാഹനം നിയന്ത്രിക്കാനായില്ലെന്നും റോഡിൽ തെന്നലുണ്ടായിരുന്നുവെന്നുമാണ് ഡ്രൈവറുടെ മൊഴി. ചാറ്റൽ മഴയും റോഡിൽ തെന്നലും കാരണം വാഹനം നിയന്ത്രിക്കാനായില്ലെന്നും ഡ്രൈവർ മൊഴി നൽകിയിട്ടുണ്ട്. ഇരുവരുടെയും രക്തസാമ്പിളുകൾ ഉൾപ്പെടെ പരിശോധിക്കും. വാഹനം അമിത വേഗതയിലായിരുന്നോ എന്നും ഡ്രൈവർ മദ്യപിച്ചിരുന്നതായും ഉൾപ്പെടെയുള്ള കാര്യം പരിശോധിക്കും. മറ്റൊരു വാഹനത്തിന് സൈഡ് കൊടുത്തപ്പോഴാണ് അപകടമുണ്ടായതെന്നാണ് പ്രാഥമിക വിവരമെന്ന് പോലീസ് പറഞ്ഞു. ഇതിനിടെ അപകടം നടന്ന സ്ഥലത്ത് പോലീസും മോട്ടോർ വാഹന വകുപ്പും പരിശോധന നടത്തി. വാഹനത്തിലുള്ള റോഡിന്റെ ഭാരം കൃത്യമായിരുന്നു. മുമ്പ് ഇവിടെ അപകടം നടന്നതിനാൽ IIT പഠന റിപ്പോർട്ട് വാങ്ങിയിരുന്നു. ഇക്കാര്യം ചർച്ച ചെയ്ത് പനയമ്പാടത്തെ അപകട മേഖലയിലെ പ്രശ്നം പരിഹരിക്കാനുള്ള നടപടി സ്വീകരിച്ചു വരികയായിരുന്നു. ഇതിനിടെയാണ് ഇപ്പോൾ ദൗർഭാഗ്യകരമായ അപകടമുണ്ടായത്. താൽക്കാലികമായി ഇവിടുത്തെ ട്രാഫിക് നിയന്ത്രിക്കാനുള്ള നടപടിയുണ്ടാകും. മറ്റൊരു വാഹനത്തിൽ ലോറി തട്ടിയാണോ നിയന്ത്രണം വിട്ടതെന്ന കാര്യം ഉൾപ്പെടെ പരിശോധിക്കുന്നുണ്ടെന്നും അപകട കാരണം വ്യക്തമായിട്ടില്ലെന്നും മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ പറഞ്ഞു. ഹൈഡ്രോ പ്ലെയിനിങ്ങിന് സാധ്യത കൂടുതലുള്ള സ്ഥലമാണിത്. ലോഡ് ചെക്ക് ചെയ്തപ്പോൾ അതെല്ലാം ശരിയാണ്. ഓവർലോഡ് ഇല്ല. ടയറുകൾക്കും പ്രശ്നമില്ല. അധികം പഴക്കമില്ലാത്ത വണ്ടിയാണ്. എന്താണ് സംഭവിച്ചതെന്ന് അന്വേഷിക്കുമെന്നും RTO പറഞ്ഞു. സംഭവത്തിൽ പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്തെത്തി. സ്ഥിരം അപകടമുണ്ടാവുന്ന പനയമ്പാടത്താണ് ഇന്നും അപകടമുണ്ടായത്. അധികൃതരോട് നിരവധി തവണ പരാതി അറിയിച്ചിട്ടും നടപടിയുണ്ടാവാത്ത സാഹചര്യത്തിലാണ് നാട്ടുകാർ പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. തുടർ അപകടങ്ങൾക്ക് പരിഹാരം വേണമെന്ന് പറഞ്ഞ് നാട്ടുകാർ സ്ഥലത്ത് കുത്തിയിരുന്ന് പ്രതിഷേധം നടത്തി. എന്നാൽ പരിഹാരം നൽകാമെന്ന പോലീസിന്റെ വാക്കുകളൊന്നും നാട്ടുകാർ മുഖവിലക്കെടുക്കാതെ പ്രതിഷേധം തുടരുകയാണ്. ജനപ്രതിനിധികൾ എത്തണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. നാട്ടുകാരുടെ പ്രതിഷേധം ശക്തമായതോടെ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA സ്ഥലത്തെത്തി. നാട്ടുകാരുമായി സംസാരിക്കാൻ ശ്രമിച്ചെങ്കിലും വൻ ജനരോഷമുയർന്നതിനാൽ കഴിഞ്ഞില്ല. നിലവിൽ MLA സ്ഥലത്ത് തുടരുകയാണ്. അവരുടെ ഏതെങ്കിലും ഒരു ബന്ധുവോ അവർക്ക് പരിചയമുള്ള ഒരാളോ പോലും അല്ല മരണപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ ഈ പ്രത്യേകിച്ച് കുഞ്ഞുങ്ങൾ മരിക്കുമ്പോൾ നമുക്കൊരു വലിയ പ്രയാസമാണ്. ഈ നാട്ടിലെ കുഞ്ഞുങ്ങളാണ്, നമ്മുടെ കുഞ്ഞുങ്ങളാണല്ലോ. ഇപ്പം ഇവിടുത്തെ ആയാലും കുഞ്ഞുങ്ങളാണ്. അപ്പോൾ അവർ പറയുന്ന ഒരു ഗൗരവം എന്ന് പറയുന്നത് ഇവിടെ തുടർച്ചയായിട്ട് അപകടം ഉണ്ടാകുന്ന സ്ഥലമാണ്. ആ തുടർച്ചയായിട്ട് അപകടം ഉണ്ടാകുന്ന സ്ഥലത്ത് ആവശ്യമായിട്ടുള്ള മുന്നൊരുക്കങ്ങളില്ല. അപ്പോൾ ഒന്ന് ബേസിക് ആയിട്ടുള്ളത് ഇപ്പോൾ സ്കൂളിനോട് ചേർന്നിട്ട് 1-2 ട്രാഫിക് ക്രോസിങ്ങുകൾ വേണം എന്നുള്ളതാണ് അവരുടെ ഏറ്റവും ബേസിക് ഡിമാൻഡ്. ഒത്തിരി കുഞ്ഞുങ്ങൾ പഠിക്കുന്ന സ്കൂളാണ്, 1000-ലധികം കുട്ടികൾ പഠിക്കുന്ന സ്കൂളാണ്. ഇന്നിപ്പം പരീക്ഷ ആയതുകൊണ്ട് വിവിധ ഷിഫ്റ്റുകളായതുകൊണ്ടുമാണ് ഒരു ഫുൾ സ്വിംഗ് ഉണ്ടാകാതിരുന്നത്. അപ്പം ഒരു നോർമൽ ഡേ ആയിരുന്നെങ്കിൽ, ഒരു നോർമൽ വർക്കിംഗ് ഡേ ആയിരുന്നെങ്കിൽ കുറേ കൂടെ വലിയ അപകടമായി മാറുമായിരുന്നു. ഇതൊരു വലിയ അപകടമാണ്, നമ്മളെ കൂടെ താങ്ങാൻ കഴിയുന്ന അപകടമാണ്. സ്വാഭാവികമായിട്ടും ഇപ്പോൾ ഹോസ്പിറ്റലിൽ ജില്ലാ കളക്ടറും അടക്കമുള്ള ഉദ്യോഗസ്ഥന്മാരുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ അവരോടും ഈ പ്രദേശത്തെ ജനപ്രതിനിധികളോടൊക്കെ സംസാരിച്ച് ആലോചിച്ചിട്ട് ഇതൊരു ശാശ്വതമായ പരിഹാരം ആവശ്യമാണ്. കാരണം തുടർച്ചയായ അപകടം ഉണ്ടാകുന്ന ഒരു പ്രദേശം എന്ന് പറയുമ്പോൾ അവിടെ എന്തോ ഒരു ശാസ്ത്രീയമായ പ്രശ്നമുണ്ട്. തുടർച്ചയായിട്ട് ഒരേ പ്രദേശത്ത് തന്നെ അപകടം ഉണ്ടാവുക എന്ന് പറയുന്നത് അതപ്പോൾ എന്തോ ഒരു കുഴപ്പമില്ല. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.